സാംസ്കാരിക ഭക്തിപരമായ പരിപാടികളുടെ 4 ദിവസമാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഏറ്റവും നല്ല ഭക്തിപരമായ പരിപാടികളോടാണ് കടന്നുപോയത്. ഈ വർഷത്തെ ഈ ദേശവിളക്ക് മഹോത്സവത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടിരിക്കുന്നത് ഡോക്ടർ മുരളി പുറനാട്ടുകര എന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഞാനിവിടെ വരുന്നതിന് മുൻപ് ഡോക്ടർ മുരളി പുറനാട്ടുകരയെക്കുറിച്ച് 2 വാക്ക് എന്തെങ്കിലും നമ്മൾ പ്രിയപ്പെട്ട ഭക്തജനോട് പറയണമെന്ന് എന്നോട് സംഘാടക സമിതി ആവശ്യപ്പെട്ടു. സത്യത്തിൽ തന്നെ ഭക്തന്റെ ഒന്ന് ഫേസ്ബുക്ക് എടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ, കുറച്ചെങ്കിലും പറയണമെങ്കിൽ ഇവിടെ ആകെ പ്രഭാഷണത്തിൽ നൽകിയ അനുവദിച്ച 1 മണിക്കൂർ മതിയാകില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ നേടിയ അറിവുകളും കഴിവുകളുമെല്ലാം സാമൂഹ്യ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തിൽ തൻ്റെ ജീവിതത്തിലുടനീളം വളർത്തിപ്പോന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള അത്ര ആത്മീയ ജ്ഞാനമോ മറ്റു അറിവുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ അർപ്പിച്ച കത്തരത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം പ്രാചീന സംസ്കൃത നാടകമായ കൃഷ്ണനാട്ടത്തിൽ ആഹാരത്തിന്റെ പ്രാധാന്യ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ കലാനിലയ സൂപ്രണ്ടായി ഇപ്പോൾ തന്റെ ഔദ്യോഗിക ജീവിതം നയിച്ചു വരുന്നു. ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ പഠനകേന്ദ്ര അധ്യാപകൻ കൂടിയാണ് ശ്രീ മുരളി പെരുനാട്ടുകര. തന്റെ ജീവിതത്തിലുടനീളം ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോകണം, ആ വഴികളിലെല്ലാം കടന്നുപോയ വ്യക്തി. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിട്ടുണ്ട്. ഗവേഷകൻ, പ്രഭാഷകൻ, സംഗീത സംവിധായകൻ, അവതാരകൻ എന്നീ സമസ്ത മേഖലകളിലും, സമസ്ത കലാ സാംസ്കാരിക മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ മുരളി പെരുനാട്ടുകര. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നിക്ഷിപ്തമായ അറിവ് തുലോകമാണ്. BA, MA, BEd, നെറ്റ്, സെറ്റ് അങ്ങനെ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹം നമ്മുടെ ആകാശവാണി ഓഡീഷൻ സാർട്ടേഷൻ അനൗൺസർ കൂടി ആണ്. അമൃത TV, കാവ്യ, രസമാതിരി, രാമായണ പാരായണം, ആകാശവാണി കാവ്യാഞ്ജലി, നാട്ടുപഴമ, കേരളപ്പെരുമ, പുരാണ പാരായണം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ, അയ്യപ്പചരിതം, തിരുവാതിരമതം എന്നീ 2 തോൽപ്പകൃത്തുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാമരസം 32 അധ്യായങ്ങളടങ്ങുന്ന രാമരസം യൂട്യൂബിൽ നമ്മൾക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ഒരിക്കലും നോക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കൂടാതെ 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത എന്നിവ CD പുറത്തിറക്കിയ ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ മുരളി പുറനാട്ടുകര. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 4000 പ്രഭാഷണങ്ങൾ, ഡെമോൺസ്ട്രേഷനുകൾ, ക്ലാസുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഏറ്റവും ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ധന്യമായ പ്രമുഖനായ വ്യക്തി തന്നെയാണ് ഡോക്ടർ മുരളി പുറനാട്ടുകര. നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയെത്തിയിട്ടുണ്ട്. ആ അവാർഡുകളെല്ലാം പറഞ്ഞാൽ ഒരു നീണ്ട, നിങ്ങൾ തീർച്ചയായും ഒരു വ്യവസ്ഥയിലേക്ക് പോകുന്നു. ഏതായാലും അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞത് നിർത്തുക. 2022 വർഷത്തെ പ്രഥമ രാമായണ ശ്രീ പുരസ്കാരം, 2016 മാനുഷാ പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകളെയും ഉടമയാണ് ശ്രീ മുരളി പുറനാട്ടുകര. അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം, ഭക്തിപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മുരട്ടിക്കൂടി നമ്മ വരട്ടെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ ഡോക്ടർ മുരളി പുറനാട്ടുകരയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ
പ്രഭവിതും ന ചേദേവം യോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യ പ്രഭവതി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഹന്ത ഭാഗ്യം ജനാനാം. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ തമ്മിൽ അത്ര അപരിചിതത്വമൊന്നും ഇല്ലാത്തതാണ്. ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുമ്പും നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ശ്രീമതിയുടെ നാട്ടിൽ കൂടിയാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള വെങ്ങാനല്ലൂർ അയ്യപ്പൻ കോവിലിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ അത്രയേറെ സ്നേഹവും നിങ്ങൾ എന്നോട് കാണിച്ച ആ സ്നേഹത്തിന് നന്ദിയും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ നാരായണീയത്തിൽ നിന്നൊരു ദശകം പറയാം എന്ന് വിചാരിക്കുകയാണ്. അയ്യപ്പനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിൽ ആവർത്തനങ്ങൾ പറയേണ്ട വിചാരിച്ചിട്ടൊന്ന് മാറ്റി പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നാരായണീയത്തിലെ ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നത് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ദശകം. ഗജേന്ദ്രമോക്ഷം പറയാം. കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് ഏതാണോ ഈശ്വരൻ തോന്നിപ്പിക്കുന്നത് അത് പറയാം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് മുൻകൂട്ടി ഒന്നും എടുത്തു വയ്ക്കുകയല്ല. ഇപ്പോൾ പെട്ടെന്ന് ഗജേന്ദ്രമോക്ഷം എന്നാണ് ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ട് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ആ ദശകം അത് നമുക്ക് ഇവിടെ നാരായണീയം നമ്മുടെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അധ്യാത്മരാമായണം നമ്മളൊക്കെ കർക്കിടക മാസത്തിൽ വളരെ ഭംഗിയായിട്ട് വായിക്കാറുണ്ട്. പലപ്പോഴും അതിനുശേഷം വായിക്കാറില്ല. ഒരു മാസമാണ് രാമായണം വായിക്കാതെ കഴിഞ്ഞ രാമായണം വായിക്കരുത് എന്നൊരു തെറ്റിദ്ധാരണ ആളുകളുണ്ട്. രാമായണം എല്ലാ ദിവസവും വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. നമുക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാക്കി തരുന്ന ഗ്രന്ഥമാണ്. ജീവിത അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നുള്ളത് ഓർക്കേണ്ടത്. ഒരുപക്ഷെ രാമായണം മലയാളത്തിൽ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണത്തെക്കാൾ
നമ്മുടെ അമ്മമാരൊക്കെ നാരായണീയം ധാരാളം വായിക്കുന്നവരാണ്. സുസംസ്കൃതമാണ്. സുസംസ്കൃതം എന്ന് പറഞ്ഞാൽ പോലെ കുറച്ചുകൂടി ഗഹനമായ സംസ്കൃതമാണ്. നെൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ ഒരുപാട് ഭക്തിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അപാരമായ പാണ്ഡിത്യം കൂടി അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേദാന്തം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് കുറച്ചൊരു വായിക്കാനൊക്കെ പ്രയാസം തന്നെയുണ്ട്. എന്നാലും അമ്മമാർക്ക് വലിയ ഇഷ്ടമാണ്. ഈ നാരായണീയം എന്ന പേര് കൊണ്ട് തന്നെ നാരായണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് വ്യക്തമാവുക. നാരായണേന വിരചിതത്വ നാരായണ സ്തുതിപരത്വ ച വേദാ നാരായണീയം എന്ന് നാരായണീയം പ്രസിദ്ധമാണ്. നാരായണനെ കുറിച്ച് എഴുതിയതാണ്. നാരായണനാണ് അത് എഴുതിയത്. അതുകൊണ്ട് രണ്ടു തരത്തിൽ നാരായണി എന്ന പേരിന് അർത്ഥമാണ്. ഈ നാരായണീയം ശരിയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ വായിക്കുന്ന ആളും ആ ഈശ്വരനോടുള്ള ചേർച്ചയിലാണ് എത്തിച്ചേരുക. അപ്പോൾ ഭഗവാന്റെ ഒരു സങ്കല്പം അനുസരിച്ചിട്ട്, ഭക്തന്മാരോടുള്ള സങ്കല്പം അനുസരിച്ചിട്ട് തനിക്ക് പ്രിയനായ ഭക്തനെ താൻ തന്നെ ആക്കിത്തീരുക. അപ്പൊ എന്താ, നാരായണീയം ശരിയായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കി പഠിച്ച ഒരാള് നാരായണൻ തന്നെ ആയിരിക്കും. അപ്പോ വീണ്ടും ഒരു നാരായണീയ മഹിമ കൂടി അവിടെ വന്നു. 3 തരത്തിലും അത് മഹിമയുള്ളതാണ് എന്ന് കാണാം. അങ്ങനെയുള്ള വൈശിഷ്ട്യമുള്ള നാരായണീയം എഴുതിയ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം തൻ്റെ ഗുരുനാഥനിൽ നിന്ന് കർമ്മവിഭാഗ ദാനമായിട്ട് വാദലോകം സ്വീകരിച്ച ഒരു ശിഷ്യനാണ്. ശിഷ്യന്മാര് പലപ്പോഴും ഗുരുക്കന്മാരിൽ നിന്ന് നല്ലതൊക്കെ മേടിക്കുന്നല്ലാതെ ഈ വാദലോകമൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കാത്ത കാര്യമാണ്. തൻ്റെ ഗുരുനാഥൻ വാദരോഗം കൊണ്ട് ക്ലേശിക്കുന്നത് കണ്ടിട്ട് സങ്കടം വന്നിട്ട് സഹിക്കവയ്യാതെ ആ ഗുരുവിന്റെ വാദരോഗം സ്വീകരിച്ചു. പക്ഷെ ശിഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് മനസ്സിലായത്. നമുക്ക് കാണുന്ന പീഡയുള്ളൂ, ഇത് അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ട് എന്താ അതിനൊരു വഴി എന്നറിയാം. തന്നേക്കാൾ പ്രായമുള്ള ഗുരുസ്ഥാനീയനായ അക്കാലത്ത് തന്നെ പ്രസിദ്ധനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് ഒരാളെ കിട്ടും. നടക്കാൻ വയ്യ, ഒരു കഷ്ടമാണ്, ഒരാളെ കിട്ടും. അപ്പൊ അദ്ദേഹം എഴുത്തച്ഛനെ വയസ്സായിട്ട് അത്യാവശ്യം എഴുത്തുമൊക്കെ കഴിഞ്ഞൊരു നില കഴിഞ്ഞ പാണ്ഡിത്യത്തിന്റെ ഒരു നിലയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ പരമവാഹിമ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഗുരു എന്നുള്ള സ്ഥാനം, അറിവ് കുറെ അധികമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ലാഘവമാണ് എല്ലാവർക്കും. വളരെ ലാഘവത്തിൽ പറഞ്ഞു പട്ടേലിയോട് വീണ്ടും കൂട്ടാൻ പറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ശിഷ്യന് വലിയ സങ്കടമായി. കാരണം ഇദ്ദേഹത്തിന് പ്രായമായിട്ട് എന്തോ തോന്നി വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞ് ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. അപ്പോ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത്. മത്സ്യാവതാരം തൊട്ട് ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മഹാപണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂര് മത്സ്യാവതാരം തൊട്ട് 10 അവതാരങ്ങൾ വർണ്ണിച്ച് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഭക്തിയുടെ നിറവും വേദാന്തത്തിന്റെ മഹിമയും ഉൾച്ചേർത്ത് അതിമനോഹരമായിട്ട് ഈ സ്തോത്ര കാവ്യമായി നാരായണത്തെ ചമിച്ചു. അങ്ങനെയുള്ള ആ വൈശിഷ്ട്യമുള്ള നാരായണീയം അതില് 26ാമത്തെ ദശകമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത്. നമ്മള് എന്താണ് ഇപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരുടെ മോക്ഷത്തെ കുറിച്ചേ പറയാറുള്ളൂ. ഇവിടെ ഒരു ആനയുടെ മോക്ഷത്തെ കുറിച്ചുള്ള എത്ര വൈശിഷ്ട്യമുള്ളത് എന്ന് തോന്നുന്നു നമുക്ക് കേട്ടു കഴിഞ്ഞാൽ. നമുക്ക് എല്ലാറ്റിൽ നിന്നും പഠിക്കാനുണ്ട്. വാസ്തവത്തിൽ പ്രകൃതിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. നമ്മൾ പണ്ടൊക്കെ മുത്തശ്ശന്മാരുടെ കൈ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ പലതിനെ കുറിച്ച് പഠിക്കും. വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ ആ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു കൊടുത്തു. കണ്ടും കേട്ടും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായ പല കാര്യങ്ങളും. ഇവിടെ ഭഗവാനെ
ഭഗവാനിൽ മനസ്സർപ്പിക്കുക, അതൊന്നു മാത്രമാണ് അത്യന്തം കഠിനമായിട്ടുള്ള ഒരു ആപത്തില്, മറ്റാരും രക്ഷിക്കാത്ത ഒരാപത്തില് നമ്മൾ പെട്ടുപോകുമ്പോൾ നമുക്ക് രക്ഷയായിട്ടുള്ളത് എന്നൊരു സന്ദേശമാണ് ഇവിടെ ഈ ദശകം പകർന്നു തരുന്നത്. 100 ദശകങ്ങളായിട്ടാണ് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ അർച്ചിച്ചത്. ദശകം എന്ന് പറഞ്ഞാൽ 10 ശ്ലോകം വീതം 100 ദിവസം. അതിൽ ചിലതിൽ 10-നേക്കാളും കൂടുതലുണ്ടാവും. അതുകൊണ്ട് 1034 ശ്ലോകമുണ്ട്. അതായത് സഹസ്രാധികം 1000-ൽ പരം ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാനെ അർച്ചിച്ചത്. അതിൽ ഭഗവത് സ്മരണം അത് മാത്രമാണ് നമുക്ക് അത്യന്തം കഠിനമായിട്ടുള്ള ആപത്ത് നീങ്ങി ഏത് അഗാധമായ ഗർത്തത്തിൽ നമ്മൾ പതിച്ചാലും നമ്മളെ ഉദ്ധരിക്കുന്നതിനുള്ള ഒരു ഉപാധി എന്ന് ഈ ദശകം വ്യക്തമാക്കി തരിക. ഒപ്പം പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയാം. ഇത് ഭാഗവതം എന്ന് പറയുന്ന മഹാപുരാണത്തിന്റെ ഒരു കാഴ്ച കുറുക്കിയ അവസ്ഥയാണ് നാരായണി എന്ന് പറയുന്നത്. ഭാഗവത മഹാപുരാണത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കഥാംശത്തെയും അതിലെ വേദാന്ത തത്വങ്ങളെയും അതിമനോഹരമായിട്ട് ചുരുക്കിയെടുത്തതാണ് നാരായണീയം എന്ന് പറയുന്നത്. ആ ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധം, അതിൽ നിന്നാണ് ഈ കഥാംശം എടുത്തിട്ടുള്ളത്. അപ്പോ 3 അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതില് ദശകമായിട്ട് ചുരുക്കി പറഞ്ഞു എന്നാണ്. ശാപം കൊണ്ട് ഒരു ആനയായി തീർന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായ ഒരു പാണ്ഡ്യരാജാവിന്റെ, മഹാഭക്തനായ ഒരു പാണ്ഡ്യരാജാവിന്റെ കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഞാൻ ഇതിലൊരു കഥയുടെ അംശങ്ങളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കൂടി രസിക്കും എന്നുള്ളത് കൊണ്ടാണ് കഥാംശമുള്ള ഒരു ഭാഗം തന്നെ എടുത്തത്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്യൗ കദാചിത് ത്വൽസേവായാം മഗ്നധീരാലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായ പാണ്ഡ്യരാജാവ്, നമുക്കൊക്കെ അറിയുന്നതാണ് ചേരദേശം, പാണ്ഡ്യദേശം, ചോളദേശം. ചോള പാണ്ഡ്യന്മാർ വളരെ പ്രസിദ്ധന്മാരായിരുന്നു. അതിലെ പാണ്ഡ്യരാജാക്കന്മാരിൽ ഭക്തരേറെ ഉണ്ടായിരുന്നു. ഈ പാണ്ഡ്യരാജാക്കന്മാർ ധാരാളം ക്ഷേത്രങ്ങളൊക്കെ പണികഴിപ്പിച്ച രാജാക്കന്മാരാണ്. അതിലൊരു പ്രസിദ്ധനായ മഹാഭക്തനായ രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. ഇന്ദ്രദ്യുമ്നൻ അത്യന്തം ഭഗവത് ഭക്തിയുള്ള ആളായിരുന്നു. അദ്ദേഹം ചന്ദനാദ്രവും, ചന്ദനം പ്രധാനമായിട്ട് ഉണ്ടാവുന്ന പർവ്വതമാണ്. ചന്ദനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ചെടികളിൽ ഏറ്റവും വൈശിഷ്ട്യമുള്ള ഒരു ചെടി എന്നാണ് ചന്ദനം പറയുന്നത്. അത്രയും സുഗന്ധമാണ്, അത്ര സുഗന്ധമാണ്, അത്ര മൃദുവാണ്. അതിനൊക്കെ കുറെ ഗുണങ്ങളുണ്ട്. ഓരോ വൈശിഷ്ട്യമുള്ള സസ്യങ്ങളും ഉണ്ടാവുന്നത് അതിനനുകൂലമായിട്ടുള്ള പ്രദേശങ്ങളിലെ കാലങ്ങളിലൊക്കെയാണ്. അപ്പൊ ദേശകാലങ്ങൾ ഒരു ചെടി കാണിക്കുന്ന ഗുണത്തിൽ പോലും, ഒരു ചെടി ഉണ്ടാവണമെങ്കിൽ ആ ചെടി ഉണ്ടായിട്ട് വളർന്ന ഭാഗമായി വരണമെങ്കിൽ പോലും ദേശവും കാലവും അനുകൂലമായിരിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ അവസ്ഥ പറയാനുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് കാലത്തിൽ ജനിച്ചു, ഏത് സ്ഥലത്ത് ജനിച്ചു എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളുടെ ഏത് തരത്തിൽ നമ്മൾ പറയുന്നു ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമായി തീരും. അത് വളരെ പ്രധാനം. കുംഭോദ്ഭൂതി സംഭൃത
ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത് സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതിയായ കുംഭസംഭവനായ ആ അഗസ്ത്യ മഹർഷി ക്രോധം കൊണ്ട്, അദ്ദേഹത്തിൽ ക്രോധം നിറഞ്ഞിട്ട്, ക്രോധഭാരം കൊണ്ട്, തന്നോട് അനാദരവ് കാട്ടിയതിലുള്ള ആ ദേഷ്യം കൊണ്ട് ആ ഇന്ദ്രദ്യുമ്ന രാജാവിനെ ശപിക്കുകയാണ്. കൂസലില്ലാത്ത നീ, സ്തബ്ധാത്മാത്വം, കൂസലില്ലാത്ത നീ ഒരാനയായി തീരട്ടെ എന്ന് ശപിച്ചു. താൻ വന്നു കണ്ടിട്ടും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നിന്ന, ആ ഭഗവത് സേവയിലാണ് ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ ചാഞ്ചല്യമില്ലാത്തൊരു മനസ്സിനെ കണ്ടിട്ട് നീ ഒരാനയായി പോകട്ടെ എന്ന് ശപിച്ചു. ഈ ആനയുടെ ഒരു പ്രകൃത്യായുള്ള സ്വഭാവമാണ് ഈ ഇളക്കമില്ലായ്മ എന്ന് കൂസലില്ലായ്മ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു നായയാണെന്ന് വിചാരിക്കുക. നായയ്ക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ആ നായ പിന്നെ വാലാട്ടലായി, നമ്മുടെ കാലിൽ വന്നിട്ട് ഇങ്ങനെ നക്കലായി, അതിൻ്റെ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് അതിൻ്റെ വയറ് കാണിക്കലായി. അധശ്ചരണാവപാതം ഭൂമൗ നിപത്യ വദനോദരദർശനം ച ശ്വാപിണ്ഡദസ്യ കുരുതേ ഗജപുംഗവസ്തു ധീരം വിലോകയതി ചാടുലതൈശ്ച ഭുങ്ക്തേ. ഈ നായ കാണിക്കുന്ന പ്രകടനമൊന്നും ഒരു ആന കാണിക്കില്ല. ആനയ്ക്ക് നിങ്ങൾ വല്ലതും തിന്നാൻ കൊടുത്തു നോക്കൂ. ആനയ്ക്കൊരു ഉരുള വായിൽ ഒഴിച്ചു കൊടുത്താൽ ആന നിങ്ങളെ നക്കാൻ വരുമോ? ഇല്ല. ആന ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നത് കഴിക്കും, അല്ലേ? ആനയ്ക്ക് എന്ത് കൊടുത്താലും ആന ഞെളിഞ്ഞ് നിന്ന് കഴിക്കും, എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും, അല്ലേ? ആ ഇളക്കമില്ലായ്മ, കൂസലില്ലായ്മ, അത് ആനയുടെ പ്രകൃതിയാണ്, പ്രകൃതിയുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് ആനയായി തീരട്ടെ നീ എന്ന് ശപിക്കുകയാണ് ചെയ്തത്. ആ ശപിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷി ഈ ശപിച്ച വിവരം പോലും ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. അപ്പോൾ തനിക്ക് ശാപം കിട്ടിയത് പോലും പാവം ഇന്ദ്രദ്യുമ്ന രാജാവ് അറിഞ്ഞിട്ടില്ല. ആ രാജാവ് ആ ആനയായിരിക്കുമ്പോഴും ഭഗവത് സേവയിൽ മുഴുകിയ പോലെയുള്ള അവസ്ഥയാണിപ്പോൾ. പിന്നീട് ഭഗവത് സ്മരണ തെളിഞ്ഞിട്ട് ഗജരൂപം കിട്ടിയിട്ടും, ഗജരൂപം കിട്ടിയെന്നുണ്ടെങ്കിലും ഈശ്വരകാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സാധാരണ ആനയായിട്ടല്ല, ഗജേന്ദ്രനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയത്. ആ ഗജേന്ദ്രനായിട്ട് മലയപർവ്വതത്തിലുണ്ടായിരുന്ന യാന പതുക്കെ മറ്റൊരു പ്രദേശത്ത് എത്തിച്ചേർന്നു. നമ്മളിപ്പോൾ ആനകളെ മാറ്റിപ്പാർപ്പിക്കലൊക്കെ നമ്മൾ കണ്ട് പരിചയമായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഈ ആന പിന്നീട് എത്തിച്ചേരുന്നത് പാലാഴിയുടെ മധ്യത്തിലുള്ള ത്രികൂട പർവ്വതത്തിലാണ്. കാലം മാറി, കഥ മാറി. ദുഗ്ധാംബോധേർമധ്യരാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ. ആ പാലാഴിയുടെ മധ്യത്തിലുള്ള ത്രികൂടപർവ്വതത്തിൽ അവിടെ ആ തൻ്റെ ആനക്കൂട്ടങ്ങളോടുകൂടി ആ വലിയ ആന ഗജേന്ദ്രൻ ക്രീഡിക്കുകയാണ്, കളിക്കുകയാണ്.
ഒരു വലിയ ആനക്കൂട്ടത്തിൻ്റെ അധിപനായിട്ട് വിഹരിക്കുകയാണ്. ഒറ്റയാന്മ ഒറ്റയ്ക്കാണ് നടക്കുക. പക്ഷേ ആനക്കൂട്ടത്തിൻ്റെ അധിപനായിട്ടുള്ള ആ ഗജേന്ദ്രൻ എപ്പോഴും ഈ കൂട്ടങ്ങളെ മുഴുവൻ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഞെളിഞ്ഞിങ്ങനെ അവരുടെ ആളായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അനവധി പിടിയാനകളുണ്ട് കൂട്ടത്തിൽ, അനവധി കുട്ടിയാനകളുണ്ട്. അവരോടൊപ്പം ആ ഗജേന്ദ്രൻ്റെ കൂസലില്ലായ്മയുണ്ടെങ്കിലും അത്യാവശ്യം അവരോടൊക്കെയുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ആ ചെറിയ രീതിയിലൊരു കളിയൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ വിഹരിക്കുകയാണ്. ശരീരത്തിൽ, ആ ശരീരത്തിൻ്റെ ശക്തിയിൽ ബാക്കി ഏത് ജന്തുക്കളെ നോക്കിക്കഴിഞ്ഞാലും ആന മുൻപന്തിയിലാണെന്ന് കാണാം. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ കരുത്തനാണ് ആന. ശക്തി കൊണ്ട് കരുത്തനാണ് ആന, വലിപ്പം കൊണ്ടും കരുത്തനാണ് ആന. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ രാജാവിൽ നിന്ന് ഒരു ശാപം കിട്ടി ആനയായി മാറിയപ്പോഴും വെറുമൊരാന എന്ന് മാത്രമല്ല, ഒരു ഗജേന്ദ്രനായി തന്നെ ഭഗവാൻ ആക്കി തീർത്ത് ആ ഭാഗ്യത്തിൽ ഇപ്പോൾ രസിച്ച് നടക്കുന്ന അവസ്ഥ. അല്ലെങ്കിലും കവി പറയാണ്, ഭഗവാന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉദ്ഗതിക്ക് കുറവുണ്ടാവില്ല. ശാപം കിട്ടിയാൽ പോലും നമ്മളെ തറ പറ്റിക്കില്ല എന്നർത്ഥം. ശാപം അനുഭവിക്കേണ്ടതായിട്ട് വരും, പക്ഷേ അപ്പോഴും അത് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് നിൽക്കാനുള്ളൊരവസ്ഥ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ശാപം കിട്ടി ശരിയാണ്, പക്ഷെ എന്നാലും തൻ്റെ അഭിമാനം പണയം വയ്ക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യമല്ലേ. ആനയിൽ തന്നെ ഏറ്റവും വലിയ ആനയായിട്ടാണ് ജീവിക്കുന്നത്. അത് എപ്പോഴും ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് കവി എടുത്തു പറയുകയാണ്. സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാൻ അപ്രജാനൻ കദാചിത് യൂഥൈ ശൈലപ്രാന്തേ ഘർമ്മതാന്തഃസരസ്യാം യൂഥൈ സാർദ്ധം ത്വൽപ്രണുന്നോഭിരേമേ. അവിടെ ഇപ്പോൾ ഗജേന്ദ്രനായി ത്രികൂടപർവ്വതത്തിൻ്റെ മധ്യത്തിൽ വിഹരിക്കുകയാണ് ഈ ആനരാജാവ് എന്ന് പറയാം. തൻ്റെ ശക്തി കൊണ്ട്, ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ട് വാസ്തവത്തിൽ യാതൊരു ദുഃഖവും അറിയേണ്ടതില്ലാതെ ഇങ്ങനെ വിഹരിക്കുകയാണ് ആന. തനിക്ക് ശക്തിയുണ്ട്, കരയിലെ ഏറ്റവും വലിയ ജീവി എന്നുള്ള ആ അധികാര ശക്തികൾ മുഴുവൻ തൻ്റെ കയ്യിലുണ്ട്. ആനയാണെന്നേ ഉള്ളൂ. പിന്നെ വന്നുപെട്ട ദേശം അത് പാലാഴിയുടെ മധ്യത്തിലുള്ള ത്രികൂടപർവ്വതം, മാഹാത്മ്യമുള്ള ദേശം, എല്ലാം കിട്ടും എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള ആ ദേശത്തിൽ ദുഃഖമറിയാതെ കഴിയുന്ന സമയത്ത് ഒരിക്കൽ ഘർമ്മതാന്തഃ, വേനൽ കടുത്തപ്പോൾ, വേനലിൻ്റെ കാഠിന്യം സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ വിശപ്പും ദാഹവും ഉണ്ടാവുമല്ലോ. അങ്ങനെ വേനൽ കടുത്തപ്പോൾ നല്ല ദാഹം, ആ നല്ല ദാഹം വന്നു. ഒരല്പം തളർച്ച തോന്നി വേനലിൻ്റെ കാഠിന്യം മൂലം. അപ്പം ഇത് ദേശം കാലമൊക്കെ മാറുന്നത് ശ്രദ്ധിക്കണേ. ഇപ്പം ദേശത്തിന് വലിയ മാറ്റമില്ല, ദേശം ആന നിൽക്കുന്ന ദേശം തന്നെയാണ്. പക്ഷെ കാലം മാറി. കാലം മാറി എന്ന് പറഞ്ഞാൽ വേനൽക്കാലമായി എന്നുള്ളതാണ്. വേനൽക്കാലമാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിന് തളർച്ച ഉണ്ടാവുന്നു. അപ്പോൾ വേനൽക്കാലമായി എന്നുള്ളതിൻ്റെ ഒരു തളർച്ച അവിടെ നിൽക്കുന്നുണ്ട്. ആ കാലത്തിൻ്റെ വിപരീതമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗജേന്ദ്രൻ പോവുകയാണ്. അതുവരെ ഇങ്ങനെ സുഖിച്ച് നടന്നു. പക്ഷെ കാലം ഒരല്പം വിപരീതമാവുമ്പോൾ, ദേശത്തിൻ്റെ കുഴപ്പമല്ല അവിടെ, കാലം വിപരീതമാവുമ്പോൾ, വേനലിൻ്റെ കാഠിന്യത്തിൽ ക്ഷീണം തോന്നിയിട്ട്, അപ്പോൾ പിന്നെന്താ നമ്മൾ വിചാരിക്കുക, ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കും. വെള്ളം കുടിക്കാൻ
ആന ഒറ്റയ്ക്കാണോ പോവുക? അല്ല. സ്വാഭാവികമായിട്ടും ഒരു കൂട്ടത്തിലുള്ള എല്ലാവർക്കും ദാഹിക്കും. അങ്ങനെ ആനക്കൂട്ടത്തോടൊപ്പം നടന്ന് ഒരു പൊയ്ക, ആ പൊയ്കയിൽ നിന്ന് വെള്ളം കുടിക്കാനൊരുങ്ങി. വെള്ളം കുടിച്ചു. നമ്മളൊക്കെ അങ്ങനെയല്ലേ? ദാഹം മാറിയാൽ, വിശപ്പ് മാറിയാൽ പിന്നെ അടുത്തതായി കളിക്കാൻ തോന്നും. അതാണ്. മറ്റത് എവിടെന്നെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ മതി എന്നായിരുന്നു. പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ കുളിക്കണം എന്നായി. അപ്പോൾ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും തുടങ്ങി. ആദ്യം ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ കളിയായി. പ്രത്യേകിച്ച് കുട്ടിയാനകളും കൂടി ഉണ്ടെങ്കിൽ എന്താണ്, കളഭം കലക്കിയ കുളവും, കരി കലക്കിയ കുളവും കളഭം കലക്കിയ കുളവും തമ്മിൽ വെച്ച്. കരി എന്ന് പറഞ്ഞാൽ ആന എന്നർത്ഥം, കളഭം എന്ന് പറഞ്ഞാൽ ആനക്കുട്ടി എന്നാണ് അർത്ഥം. ആന കലക്കണേക്കാളും കൂടുതലാവും ആനക്കുട്ടിയോട് കലക്കിയാൽ. അത് ഏതാണ്ട് കളഭം കലക്കിയ പോലെയാവും. ഏത് നമ്മൾ അമ്പലത്തിലെ കളഭം കലക്കില്ലേ, ആ കളറാവും ചിലപ്പോൾ. അതാണ്, കുറുമ്പന്മാരല്ലേ ആനക്കുട്ടികൾ. അപ്പോൾ ഈ കരികളഭങ്ങളും കരിണികളും കൂടി ചേർന്ന് ഗംഭീരമായിട്ട് അങ്ങോട്ട് ക്രീഡിച്ചു തുടങ്ങി, കളിച്ചു തുടങ്ങി, നീന്തി തുടിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ കൂട്ടം മുഴുവൻ ഇങ്ങനെ നീന്തി തുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിയാനകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറേശ്ശെ ക്ഷീണമായി തുടങ്ങി, ഞങ്ങൾ കയറുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയാനകൾ ആദ്യം ഇങ്ങനെ കയറി, പിടിയാനകളും പതുക്കെ കയറി. അപ്പോഴും ഗജേന്ദ്രന് തോന്നുകയാണ്, ഓ കണ്ടില്ലേ എൻ്റെ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അത്ര വേഗം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുക, ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നില്ലേ? കുറച്ച് നേരം കൂടി അങ്ങോട്ട് ക്രീഡിച്ച് കളയാം, അവരത് കണ്ട് രസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടിയും ക്രീഡിക്കുക. അപ്പോൾ വേനൽക്കാലമാണ്, ശരീരത്തിന് ക്ഷീണമുള്ള സമയമാണ്. തൻ്റെ കുട്ടിയാനകളും പിടിയാനകളും ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയ സമയമാണ്. ആന എന്ന് പറഞ്ഞാൽ കരയിൽ ബലമുള്ള ജീവിയാണ്, വെള്ളത്തിൽ എത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് ബ്രാക്കറ്റിൽ. അപ്പം തൻ്റെ ശക്തിയിൽ മതിപ്പുണ്ട്, തൻ്റെ ശക്തിയിൽ ഊറ്റമുണ്ട്. ആ ഊറ്റം കൊണ്ട് മതിച്ച് വീണ്ടും വീണ്ടും തുടിച്ച് അങ്ങനെ രസിക്കുന്ന സമയത്ത്, അതാണ് മതിക്കരുത് എന്ന് പറയുന്നത്. അതേ കുളത്തിൽ വെള്ളത്തിൽ ശക്തി കൂടിയ ഒരു ജീവി വേറെ ഉണ്ടായിരുന്നു. അപ്പം കരയിൽ ശക്തി കൂടിയ ഈ ഗജേന്ദ്രനെ വെള്ളത്തിൽ ശക്തി കൂടിയ ഒരാൾ വന്ന് ഒരു പിടുത്തം പിടിച്ചു എന്നുള്ളതാണ്. ഹൂഹൂസ്താവത് ദേവലസ്യാപി ശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ഇവിടെ ദേവലൻ എന്നു പേരായിട്ടുള്ള ഒരു മുനിയുടെ ശാപം കൊണ്ട് ഹൂഹു എന്നു പേരായിട്ടുള്ള ഒരു ഗന്ധർവൻ ഒരു മുതലയായി തീർന്ന് ഈ വെള്ളത്തിൽ, ഈ പൊയ്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ആ ഇതുവരെ ക്രീഡിച്ച് രസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ത്രികൂടപർവ്വതമായിരുന്നു. ത്രികൂടപർവ്വതത്തിലുണ്ടായ സുഖമല്ല, ത്രികൂടപർവ്വതത്തിൽ വേനൽക്കാലം വരുന്നത് വരെ ഉണ്ടായ സുഖമല്ല, വേനൽക്കാലത്ത് പൊയ്കയിലിറങ്ങിയപ്പോൾ ഉണ്ടായ സുഖം. എന്താ കാരണം? അവിടെ സ്ഥലം മാറി, കാലവും മാറി, സ്ഥലകാലങ്ങൾ മാറുന്നു. അങ്ങനെ മാറിയപ്പോൾ അവിടെ ആ ഹൂഹു, ദേവലൻ എന്ന് പറയുന്ന മുനിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്ന ഹൂഹു, അപ്പോൾ ഹൂഹു എന്ന് പേരായിട്ടുള്ള മുതല എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം മനസ്സിലാവാൻ വേണ്ടി വിളിക്കാം. ആ മുതല വന്ന് ഈ ആനയുടെ കാലിലൊരു പിടുത്തം പിടിച്ചു. കാരണം ഒരുപക്ഷെ അതിന് കുറേ കാലമായിട്ട് ഭക്ഷണം കിട്ടാണ്ടിരുന്നതാവും. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു പിടുത്തം പിടിച്ചു. പിടുത്തം പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ബലത്തിൽ ആത്മവിശ്വാസമുള്ള ആന തൻ്റെ കാലിൽ എന്തോ ഒന്ന് പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടയൻ
അവിടെ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഉടൻ തന്നെ തൻ്റെ എല്ലാ ആനക്കൂട്ടത്തെയും സഹായത്തിന് വിളിച്ചിട്ട് ഒറ്റപ്പിടുത്തം ഒരു വലിയ അങ്ങോട്ട് വലിച്ചാൽ എല്ലാവരും കൂടി പിടിച്ചാൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ദുരഭിമാനം, നമുക്കൊക്കെയുള്ള കുഴപ്പമാണത്. ആ ദുരഭിമാനം കൊണ്ട് ഇത്ര നേരം തൻ്റെ ഈ കുളിയും കളിയൊക്കെ കണ്ടിങ്ങനെ രസിച്ച് നിൽക്കുന്ന ആ തൻ്റെ പിടിയാനകളുടെയും കുട്ടിയാനകളുടെയും സഹായം തേടാനുള്ള വൈമനസ്യം കൊണ്ടും തൻ്റെ കരുത്തിൽ ബോധ്യമുള്ളത് കൊണ്ടും, ആ കരുത്തൊരു പക്ഷേ കരയിലാണെങ്കിൽ അത് നടക്കുമായിരുന്നു, വെള്ളത്തിലാണ് താൻ എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർക്കാത്തത് കൊണ്ട്, തൻ്റെ കരുത്തിലൊരു ബോധ്യമുള്ളത് കൊണ്ട്, തനിക്ക് തന്നെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൊണ്ട് ആ ആന പൊരുതി നിന്നു. പൊരുതി എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം 1000 സംവത്സരം പൊരുതി നിന്നു ഈ മുതലോട്. അതാണ്. അപ്പോഴും ക്ഷീണം ബാധിച്ചു തുടങ്ങി. അവിടെ നിൽക്കുന്ന അവർക്ക് ഇങ്ങോട്ട് വന്ന് രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് വെള്ളത്തിൽ വന്ന് രക്ഷിക്കാവുന്നതിനേക്കാൾ പതുക്കെ പതുക്കെ ഈ മുതല വലിച്ചു വലിച്ചു വലിച്ച് ആ വെള്ളത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങും എന്നുള്ള അവസ്ഥയിൽ അംസാന്തം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ ആർക്കും പറ്റില്ല. കാരണം ആ ആനകളെക്കാളും ഒക്കെ പൊക്കം വലിപ്പമുള്ള ആളാണ് ഈ ഗജേന്ദ്രൻ. ആ ഗജേന്ദ്രൻ തന്നെ ഇപ്പോൾ അതാ മുങ്ങുകയായി. തോള് വരെ മുങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല നമുക്ക്. അതാണ്. അങ്ങനെയുള്ള ആ മുങ്ങുന്നതായ ആ ആന ഹൂഹു എന്ന് പറയുന്ന മുതല പിടിച്ചു. പക്ഷെ ഇവിടെ കവി വീണ്ടും പറയാണ്, അല്ലെങ്കിലും തൻ്റെ ഭക്തന്മാർക്ക് പീഡ കൊടുക്കുന്നത് ഭഗവാൻ അത്യന്തം അലഭ്യമായ ശാന്തി കിട്ടാനാണല്ലോ എന്ന് കവിയുടെ പറയണം. ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഹൂഹു വന്ന് പിടിച്ചു, നല്ല പീഡ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിലും ഇതിനൊരു ഭാവിയിലൊരു ശാന്തിയാണല്ലോ ഫലം എന്ന് പറഞ്ഞ് കവി സമാധാനിക്കുകയാണ് അവിടെ. ശരി. അങ്ങനെ ത്വൽസേവായ വൈഭവാദ് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ആ ഭഗവത് ഭക്തിയുടെ മഹിമ കൊണ്ട് ത്വൽസേവായ, അതിൻ്റെ അവിടുത്തെ സേവയുടെ വൈഭവം കൊണ്ട്, ഭഗവത് ഭക്തിയുടെ വൈഭവം കൊണ്ട് വത്സരാണാം സഹസ്രം 1000 കൊല്ലക്കാലം ആ ആന എതിർത്ത് നിന്നു ഈ മുതലയെ. ഈ മുതലയുടെ പിടുത്തം, ആ പിടുത്തത്തിനെതിരെ പലതരത്തിൽ പ്രതിരോധം തീർത്തിട്ടും ഇനിയും തനിക്കതിന് ത്രാണി പോരാ എന്നൊരു ഘട്ടത്തിലേക്ക് രക്തം വാർന്നൊലിച്ചിങ്ങനെ പോവല്ലേ. പിന്നെ ഇത്ര നേരം പൊരുതിയതിൻ്റെ ക്ഷീണവുമായിട്ട് ഇനി തനിക്ക് വയ്യ എന്ന ഘട്ടത്തിലെത്തി. അപ്പോൾ ഭഗവത് സ്മരണ ഉണ്ടാവുകയാണ്. ആ മുതലയ്ക്ക് പതുക്കെ പതുക്കെ കീഴടങ്ങുമെന്ന ഘട്ടത്തിലേക്ക് ആയിത്തീർന്നു. ഇപ്പോൾ ആ ഘട്ടം എത്തിയപ്പോൾ ആർത്തിവ്യക്ത പ്രാക്തനജ്ഞാനഭക്തി ശുണ്ഡോത്ക്ഷിപ്തൈഃ പുണ്ഡരീകൈഃ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. ഇവിടെ നമ്മൾ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ, വലിയ ബോധമൊന്നുമില്ലാത്ത പ്രായത്തിൽ പല കാര്യങ്ങളും പഠിച്ചെടുക്കും. ചിലപ്പോൾ അച്ഛനമ്മമാർ നിർബന്ധിച്ചിട്ടൊക്കെ ആവും. ചിലപ്പോൾ വല്ല സഹസ്രനാമം ചൊല്ലി പഠിക്കും, അല്ലേ? കീർത്തനങ്ങൾ ചൊല്ലി പഠിക്കും, വേദം ചൊല്ലി പഠിക്കും. അന്നിപ്പോൾ ഇത് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്താന്ന് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടല്ല. പക്ഷെ അങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് പിന്നെ ഒരു സമയത്തായിരിക്കും അതിൻ്റെ ഫലം
അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ബോധമുള്ള സമയത്ത് പഠിച്ചത് ചിലപ്പോൾ ബോധമില്ലാത്ത സമയത്ത് പ്രയോജനപ്പെടും. ബോധമില്ലാത്ത സമയത്ത് നമ്മൾ പഠിച്ചെടുത്തതിൻ്റെ ബോധം ചിലപ്പോൾ പിന്നീട് വേണ്ട ഒരു സമയത്ത് തെളിഞ്ഞു വരും. അല്ലാണ്ട് നമ്മളെല്ലാ പഠനവും എല്ലാ ബോധത്തോടും കൂടിയാണ് എന്ന് വിചാരിക്കേണ്ട. അതും പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആളുകളെ തെറ്റി, അല്ലേ? അങ്ങനെ പറയുന്നില്ലേ? അത് ശരിയല്ല. അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മൾ തന്നെയാണ് ആവുക. ചെറിയ കുട്ടികൾക്ക് ധാരാളം വിദ്യകൾ അഭ്യസിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് ഈ പ്രായത്തിലേ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി വിദ്യ ആർജിക്കാൻ നമ്മൾ ചെറുപ്രായത്തിൽ ശ്രമിക്കണം. അതിന് ചിലപ്പോൾ അച്ഛനമ്മമാർ നിർബന്ധിക്കുകയൊക്കെ ചെയ്യും. ചിലർ വാത്സല്യം, ചിലർ നിർബന്ധം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രയോജനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടായത് നോക്കൂ. ആ സാക്ഷാൽ ഗുരുവായൂരപ്പ ഇവിടെ പീഡങ്ങനെ വർദ്ധിച്ചു വന്ന സമയത്ത്, ആ പീഡ വർദ്ധിച്ച് 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 തൻ്റെ സ്വബോധം ഇങ്ങനെ നഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്താണ് പൂർവജന്മസ്മരണ ആ ഗജേന്ദ്രന് കൈവന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ അർച്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ആനയായത്. അപ്പോൾ ആനയുടെ ആനക്കരുത്ത് മുഴുവൻ ചോർന്നു പോയപ്പോഴാണ് ആനയാവുന്നതിന് മുമ്പുള്ള ആ ജന്മത്തിൻ്റെ അവസാനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിലേക്ക് വീണ്ടും ആ മനസ്സ് കടന്നു പോകുന്നു. അപ്പം എന്താ ചെയ്യുക? നമ്മളറിയാതെ അതേ പ്രവൃത്തി വീണ്ടും ചെയ്യും, അല്ലേ? അപ്പം എന്ത് ചെയ്തു? ഈ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് അവിടെ ആ പൊയ്കയിൽ നിൽക്കുന്ന താമരപ്പൊയ്ക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താമരപ്പൊയ്കയിൽ താമര ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ആരാധനയുടെ മാഹാത്മ്യം കൊണ്ട് ആ വിഗ്രഹാരാധനയിൽ നിന്ന് മൂർത്തിരൂപമല്ലാത്ത ബ്രഹ്മസ്വരൂപത്തെ ആരാധിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരാധന വളർന്നു വന്നിരുന്നു. അപ്പോൾ ഇന്നന്ന മൂർത്തി എന്നുള്ളതും വിട്ടിട്ട് എല്ലാറ്റിനും നിയന്താവായിട്ടുള്ള പരമമായൊരു ശക്തി ഏതാണോ അതിനെ ആരാധിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മാഹാത്മ്യമാണ്. അപ്പം അത്രയും ഉയർന്ന ആരാധനാ തലത്തിലേക്ക് ഉയർന്ന ആളായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ്. പരബ്രഹ്മത്തെ ആരാധിക്കാനുള്ള ശക്തി, അതിന് നല്ല ഏകാഗ്രത വേണം. അപ്പം അതുകൊണ്ട് ആ പരബ്രഹ്മമൂർത്തിയെ ആരാധിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ താമരമൊട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അർച്ചിക്കുകയാണിത്. സ്വബോധത്തോടു കൂടി ചെയ്യല്ല, ആ പൂർവ്വ സംസ്കാരം കൊണ്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അങ്ങനെ ആരാധിക്കുമ്പോൾ അന്ന് ചൊല്ലിയ സ്തോത്രാദികൾ അറിയാതെ വരുന്നുണ്ട്, ആ മനസ്സിൽ വരുന്നുണ്ട്. കാരണം ആന എന്നുള്ളത് പോയിപ്പോൾ ആണ്, ആനയുടെ രൂപമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്തോത്രാദികൾ ഇങ്ങനെ മനസ്സിൽ വന്ന് ഈ അർച്ചന ചെയ്തു കഴിയുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് മേൽപോട്ടിങ്ങനെ താമരപ്പൂക്കൾ ഇങ്ങനെ എറിയുന്ന സമയത്ത് മുജ്ജന്മത്തിൽ താൻ അഭ്യസിച്ച നിർഗുണോപാസന എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ആരാധനാ സമ്പ്രദായത്തിലേക്ക് ആ ഗജേന്ദ്രൻ കടന്നു എന്നുള്ളത്. ഇന്ദ്രദ്യുമ്നൻ്റെ ആരാധനാ സമ്പ്രദായത്തിലേക്ക് അവിടെ കടന്നു. എന്നിട്ടോ ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈഹി നാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂഃ പുരസ്താദ്. ഈ സ്തോത്രം കേട്ടിട്ട്, ഈ ഗജേന്ദ്രൻ്റെ സ്തോത്രം മനസ്സാ ഉണ്ടായ സ്തോത്രം കേട്ടിട്ട് ബ്രഹ്മാദി ദേവന്മാർ പറഞ്ഞു ഇത് എന്നെയല്ല എന്ന് പറഞ്ഞു. കാരണം ബ്രഹ്മാവിനെ അല്ല വിളിച്ചത്, ശിവനെ അല്ല വിളിച്ചത്, ദേവിയെ അല്ല വിളിച്ചത്, വേറൊരു ദേവനെ അല്ല വിളിച്ചത്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ് വിളിച്ചത്. അപ്പോൾ അവരാർക്കും മനസ്സിലായില്ല എന്നെ വിളിച്ച. പക്ഷേ മനസ്സിലായ ഒരാളുണ്ട്, പരബ്രഹ്മമൂർത്തിയായ ആ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, സർവാത്മകനായിട്ടുള്ള സകലത്തിലും വ്യാപിച്ചു നിൽക്കുന്ന വ്യാപനശീലമുള്ള വിഷ്ണു ഭഗവാൻ, സകലത്തിൻ്റെയും പാലകനായ ആ വിഷ്ണു ഭഗവാൻ തൻ്റെ ഭക്ത
ഭക്തജനങ്ങളെ പാലിക്കുന്നതിൽ ലോലധീയായിട്ടുള്ള ആ വിഷ്ണു ഭഗവാൻ ഉടൻ തന്നെ തൻ്റെ ഭക്തനോടുള്ള ദയ കവിഞ്ഞൊഴുകുന്നവനായിട്ട്, തനിക്ക് ആ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ആ ഭക്തനോടുള്ള ദയ അടക്കി വയ്ക്കാൻ കഴിയാത്തവനായിട്ട് തൻ്റെ ഏറ്റവും വേഗതയേറിയ വാഹനമായ ഗരുഡൻ്റെ പുറത്ത് തന്നെ കയറി അങ്ങോട്ട് പാഞ്ഞു വന്നു. ഇതുപോലെയാണ് ധ്രുവൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് വന്നിട്ടാണ്. അവിടെ ശംഖു കൊണ്ട് ആ ഉണ്ണിയെ അങ്ങനെ സ്പർശിക്കാനുണ്ടായത്, ആയുധമൊന്നും പ്രയോഗിക്കേണ്ട വന്നില്ല. ഇവിടെ അതല്ല, ഇവിടെ ചക്രായുധം പ്രയോഗിക്കേണ്ടി വരികയാണ് ഭഗവാന്. അവിടെ ഇന്ദ്രദ്യുമ്നന് മുന്നിൽ പ്രത്യക്ഷനായി ഭവിച്ചു. എന്നിട്ടോ ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഹി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തീ ത്വൽസാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മാ. ആ ഭഗവാൻ ഗജേന്ദ്രനെ തൻ്റെ തൃക്കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു, ഇനി താഴാതിരിക്കാൻ. അങ്ങനെയല്ലേ, തൻ്റെ ഭക്തൻ താഴരുത് എന്ന് വിചാരിച്ചിട്ട് ആ ആനയെ തൻ്റെ തൃക്കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് അപ്പോഴും ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യത്തെ പരിഗണന ഭക്തന്മാരെ ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവർക്കാണ്. തൻ്റെ ഭക്തന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നവർക്കാണ് ഭഗവാന് പ്രാധാന്യം കൊടുക്കുക. തൻ്റെ ഭക്തൻ്റെ കാല് പിടിക്കുക ചെയ്ത ഒരാൾ അല്ലേ? അപ്പോൾ ഭക്തൻ്റെ കാല് പിടിച്ചിരിക്കുകയാണ് മുതല. അപ്പോൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആർക്കാ? മുതലയ്ക്കല്ലേ. അതുകൊണ്ട് ആ ഗജേന്ദ്രനെ താങ്ങി. എന്നിട്ട് മോക്ഷം ആദ്യം തന്നെ തൻ്റെ ചക്രായുധം കൊണ്ട് ഹൂഹുവിന് കൊടുത്തു. അപ്പോൾ ഹൂഹുവിന് കൊടുത്തത് പാപമോക്ഷമാണ് എന്നാലോചിക്കണം. അവിടെ ഹൂഹുവിന് പാപമോക്ഷം. എന്താ കാരണം? ഭക്തൻ്റെ കാല് പിടിച്ചു. ഭക്തൻ്റെ കാല് പിടിച്ചു എന്ന് മാത്രം മതി സകല പാപങ്ങളും നശിക്കാൻ. അതുകൊണ്ട് ആ പാപം തീർന്ന് ശാപമോക്ഷം അവിടെ കൊടുത്തു. പക്ഷേ അതുപോരാ തൻ്റെ ഉത്തമ ഭക്തനായിട്ടുള്ള ഗജേന്ദ്രന് അല്ലെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ അദ്ദേഹം മഹാപാപം ചെയ്തിട്ടല്ല അദ്ദേഹത്തിന് ശാപം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ കുഴപ്പം കൊണ്ടല്ല, തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായ ഒരു ഒന്നാണ്. തൻ്റെ ഭക്തൻ യോഗ്യനാണ്, പരമയോഗ്യനാണ് എന്ന് തിരിച്ചറിയുന്ന അദ്ദേഹം, സാക്ഷാൽ ഭഗവാൻ തൻ്റെ രൂപം തന്നെ നൽകി. തൻ്റെ രൂപം, തൽസാരൂപ്യം തന്നെയാണ്, ആ നാരായണത്വം തന്നെയാണ് ആ ഇന്ദ്രദ്യുമ്നന് നൽകുന്നത് എന്ന് കാണാം. ആനയാവട്ടെ ഭഗവത് സമാനമായ ദിവ്യരൂപം പ്രാപിച്ചിട്ട്, ഹരിയുടെ രൂപം തന്നെ ലഭിച്ചിട്ട്, അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ ആനയായി പിന്നെയാവുന്നത് സാക്ഷാൽ ഹരി തന്നെയാണ്, സാക്ഷാൽ വിഷ്ണു തന്നെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്യന്തം ശോഭിച്ചു. വൈകുണ്ഠത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഈ കഥയും നിന്നെയും എന്നെയും ഏതൊരാൾ പ്രഭാതത്തിൽ സ്മരിക്കുന്നുവോ പ്രകീർത്തിക്കുന്നുവോ അയാൾ ശ്രേയസ്സുള്ളവനായി തീരും എന്ന് അരുളി ചെയ്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പം എല്ലാ ദിവസവും ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഈ ദശകം വായിക്കുന്നത് തന്നെ സർവ അഹങ്കാര ശമനത്തിനും ഏറ്റവും വലിയ ശ്രേയസ്സുണ്ടാകുന്നതിനും ഉത്തമമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. ആ ഭഗവാൻ ഈ ഗജേന്ദ്രൻ മാറി നാരായണനായല്ലോ, ആ നാരായണനോട് കൂടിയിട്ട് സ്വസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് അവിടെ ഇരുന്നരുളി വിരാജിച്ചു എന്നാണ്.
എന്നിട്ട് കവി പറയാണ്, അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണു, പാഹി വാതാലയേശ, ഞങ്ങളെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, അടിയനെ രക്ഷിക്കണേ, വാതാലയേശ ഗുരുപവന പുരേശ, ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥന. ഇതിൽ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നേ പറയുള്ളൂ. ഇതിലെ നാരായണീയത്തിലെ പല ശ്ലോകങ്ങളിലും സ്വഭൃത്യ ജനപാലന ലോലധീസ്തും നിരുന്ധിമം ആമയൗഖാൻ, എൻ്റെ രോഗങ്ങൾ ശമിപ്പിക്കണേന്ന് തന്നെയാണ് പറയുന്നത്. ആ രോഗങ്ങൾ ശമിപ്പിക്കണേന്ന്, വാതരോഗം ശമിപ്പിക്കണേന്നുള്ള നാരായണൻ്റെ പ്രാർത്ഥന, നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന നാരായണീയം വായിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയായിട്ട് മാറുക. കാരണം നമുക്കൊക്കെ എന്ന് രോഗമുണ്ട്. കാരണം നമ്മൾ 4 നേരമല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഭോഗികളും വിട്ടിട്ട് രോഗികളായിരിക്കുക. അപ്പോൾ രോഗി, ഭോഗി, ത്യാഗി, യോഗി, ഇതാണ് ക്രമം. അപ്പോൾ നമ്മൾ 4 നേരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 അല്ല, എണ്ണാൻ തന്നെ പറ്റാറില്ല പലപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എല്ലാ ദിവസവും നാരായണീയം വായിക്കുന്നത് നല്ലതാണ്. കാരണം നാരായണീയം വായിക്കുന്നതോടുകൂട്ട് എൻ്റെ രോഗം ശമിപ്പിക്കണേ എന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ലൗകികമായിട്ടും ആധ്യാത്മികമായിട്ടും ഉള്ള ശ്രേയസ്സും പ്രേയസ്സും നമുക്ക് ലഭിക്കുന്നതിന് ഉത്തമമായിട്ടുള്ള കൃതിയാണ് നാരായണീയം എന്ന് ബോധ്യപ്പെടണം. പിന്നെ മനസ്സ് സംസ്കരിക്കുക എന്നുള്ളതാണ് ഇത്തരം ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രധാനം. സ്തോത്രകാവ്യങ്ങൾ എപ്പോഴും ഈശ്വരനെ തോറ്റുമ്പോൾ നമ്മുടെ ഉള്ളിലെ തന്നെ ഈശ്വരനെ ഉണർത്തുകയാണ്, അവനവനെ തന്നെ ഉണർത്തുകയാണ്. ആ ഈശ്വരൻ കുടികൊള്ളുന്ന മനസ്സിൽ നിന്നാണ് നല്ല വാക്കുകൾ, അല്ലേ? മനസ്സിൽ നല്ല ഈശ്വരൻ കുടികൊള്ളുന്ന നല്ലത് ഉള്ളിലുള്ള മനസ്സ്, അല്ലേ? ആളിൽ നിന്നല്ലേ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ. ആ നല്ല ചിന്തകൾ ഉണ്ടാവാൻ, നല്ല വാക്കുകൾ ഉണ്ടാവാൻ. എന്താണ് വാക്കിൻ്റെ പ്രസക്തി? വാക്ക് മതി അപകടങ്ങൾക്ക് മുഴുവൻ. വാക്കുകൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. വാക്ക് പാലിച്ചില്ല, അല്ലെങ്കിൽ വാക്ക് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള പേരിലാണ് എല്ലാ യുദ്ധങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് വാക്ക് നന്നാവട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വാക്കുകൊണ്ട് മലിനീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ദൃശ്യമാധ്യമങ്ങളായാലും, അല്ലേ, പത്രമാധ്യമങ്ങളിലായാലും അനാവശ്യമായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും ദുഃഖമുണ്ടാവുന്നുണ്ട്. അപ്പോൾ വാക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പല യുദ്ധങ്ങളും തന്നെ തീർക്കാം. ഇരുന്നൊന്ന് സംസാരിക്കത്തോണ്ടാണ് യുദ്ധങ്ങൾ പലതും തീരാത്തത്. കോടതികളിൽ നമ്മളെന്താ, കോടതികളിൽ മത്സരത്തോട് കൂടിയിട്ട് തെളിവ് നിരത്തലല്ലേ നമ്മൾ. അതിന് പകരം ഇരുന്നൊന്ന് സംസാരിച്ചാൽ പല പ്രശ്നവും പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് ചെയ്യില്ല. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരാ ന ചന്ദ്രോജ്വലാഃ ന സ്നാനം ന വിലേപനം ന കുസുമം നാലം കൃതാമൂർധജാഃ വാണ്യേകാ സമലം കരോതി പുരുഷം യാ സംസ്കൃതാ ധാര്യത്തെ ക്ഷീയന്തെ അഖിലഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഴയ കാലത്തൊക്കെ തോൾവളകൾ, തോൾപൂട്ടുകൾ, ഇവിടെ വള, ആ വള, ഈ വളയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആടയാഭരണങ്ങൾ ബാഹ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ മാലയിട്ടോ, ഇതൊന്നുമല്ല നമ്മളുടെ അലങ്കാരം. സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ. ചന്ദ്രോജ്വലങ്ങളായിട്ടുള്ള മാലകൾ, പലതരത്തിലുള്ള പതക്കങ്ങളുമൊക്കെ നമ്മൾ അണിയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഒരാളുടെ അലങ്കാരം ശരിയായ രീതിയിൽ. ന സ്നാനം, ഒരാൾ എങ്ങനെ കുളിച്ചു, എന്തിൽ കുളിച്ചു, പാലിൽ കുളിച്ചോ, അല്ലേ, പനിനീരിൽ കുളിച്ചോ, ഇതൊന്നുമല്ല ഒരാളുടെ അലങ്കാരം എന്ന് പറയുന്നത്. ന സ്നാനം ന വിലേപനം, പക്ഷെ കുളിക്കണം കേട്ടോ, അതിൻ്റെ വേറെ പ്രാധാന്യം വേറെ പറയാം. ന സ്നാനം ന വിലേപനം ന കുസുമം. എന്തൊക്കെ ലേപനങ്ങൾ പുരട്ടി, കളഭം, കുങ്കുമം, ചന്ദനം, ഇതൊക്കെ പുരട്ടും. അതെന്തിനാ? നമുക്ക് ഒരു ആഭിമുഖ്യം ഉണ്ട്, നല്ലതിനോടൊരു ആഭിമുഖ്യം ഉണ്ടെന്ന് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് ഈ തിലകാദികളൊക്കെ തൊടുന്നത്. അപ്പോൾ നമ്മളെ കാണുന്നവർക്കും തോന്നും, ആ നമ്മളുടെ, അല്ലേ, ആ ചിന്താഗതിയുടെ ഉള്ളതാണ് തോന്നും. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു ഇട വരികയാണ് അവിടെ. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്നു, അവിടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, അല്ലേ. പൂജാരി പ്രസാദം കൊടുക്കുന്നു. പ്രസാദം കൊടുക്കുമ്പോൾ എങ്ങനെ? പ്രസാദത്തോടു കൂടി കൊടുക്കുന്നു.
അദ്ദേഹം പ്രസാദത്തോട് കൊടുക്കണം, കല്ലി മൂത്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ പ്രസാദത്തോട് അപ്പോഴാണ് പ്രസാദാവുക. അപ്പോൾ അത് നമ്മൾ തൊടുന്നു അല്ലേ, തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ഒന്ന് വേണമെങ്കിൽ കൊടുക്കുന്നു, ഒന്ന് ചിരിക്കുന്നു അമ്പലത്തിൽ അല്ലേ, ഒന്ന് സംസാരിക്കുന്നു. അപ്പോൾ പ്രസാദാത്മകത്വം കയറുന്നു. ന സ്നാനം ന വിലേപനം ന കുസുമം. എന്തൊക്കെ പൂക്കൾ തലയിൽ അണിഞ്ഞു എന്നല്ല, നാലങ്കൃതാമൂർധജ, നമ്മുടെ തലമുടി എങ്ങനെ വേണമെങ്കിൽ കെട്ടിവെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം, അല്ലെങ്കിൽ തലയിൽ കിരീടം വെച്ച് അലങ്കരിക്കാം, പലതരത്തിലാണ്. ഈ അലങ്കാരങ്ങളൊന്നുമല്ല ഒരാളെ യഥാർത്ഥത്തിൽ അലങ്കരിക്കുന്നത്. പിന്നെയോ വാണ്യേകാ സമലം കരോതി പുരുഷം യാ സംസ്കൃതാധാര്യത്തെ, സംസ്കാര സമ്പന്നമായ വാക്കൊന്നു മാത്രമാണ് ഒരാൾക്ക് ശരിയായ അലങ്കാരമായി തീരുന്നത്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ബഹുമാനം ലഭിക്കും, ആദരം ലഭിക്കും, അയാളോടൊന്ന് ഇരിക്കൂ എന്ന് പറയാൻ എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവും. അയാൾ നമ്മുടെ സ്വന്തമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഒരു സ്നേഹം അവിടെ വളരും നല്ല വാക്കുകൊണ്ട്. ഒരു തർക്കം അവിടെ ഇല്ലാതെയാവും. ഒരു അഭ്യുന്നതി അതിലൂടെ ആ വ്യക്തികൾക്ക് കൈവരും. ഒരു സമൂഹത്തിന് അതിൽ നിന്ന് ഒരു വളർച്ചയുണ്ടാവും. അപ്പം നല്ല വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, സംസ്കാര സമ്പന്നമായ വാക്കുപയോഗിക്കുക എന്നുള്ളത്, സമയവും സന്ദർഭവും അനുയോജ്യമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ രണ്ടു നേരവും കുളിക്കുന്നതും വളരെ പ്രധാനമാണ്. നേരത്തെ കുളിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്ന വിധ്വംസനം ശൗചസ്യായതനം മലാപഹരണം സംവർദ്ധനം തേജസ രൂപദ്യോതകരം ഗദപ്രശമനം കായാഗ്നിസന്ദീപനം നാരീണാം ച മനോഹരം ശ്രമഹരം സ്നാനേ ദശൈതേ ഗുണാഃ. സ്നാനത്തിൻ്റെ എണ്ണിപ്പറയാവുന്ന 10 ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനിയും ഗുണങ്ങളേറെയുണ്ട്. എന്നാലും എല്ലാവർക്കും രണ്ടു നേരം കുളിക്കാൻ തോന്നാനും കൂടിയും അല്ലേ, പുതിയ തലമുറകൾക്കും പഠിച്ച് തളരുമ്പോഴും ആ പഠനത്തിൽ നിന്നുള്ള തളർച്ചയിൽ നമുക്ക് ഒരു ഉണർവുണ്ടാവാൻ കുളി വളരെ നല്ലതാണ്. അപ്പം നല്ല കുളിച്ച് നല്ല നമ്മുടെ ശരീരം ഒക്കെ ശുദ്ധമായി കഴിഞ്ഞാൽ മനസ്സും ശുദ്ധമാവും. വീട്ടിലൊന്ന് വന്നിട്ട് നമ്മൾ മേലാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ തലയിലാണ് വെള്ളം ഒഴിക്കണത്, പക്ഷേ മനസ്സിൽ വെള്ളം ഒഴിച്ച പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണ്. കാലൊന്ന് കഴുകിയിട്ട് വീട്ടിലേക്ക് കയറിയാൽ കലി ഇത്തിരി കുറയും, പ്രഷർ ടെമ്പറേച്ചർ ഇത്തിരി കുറയും. അതുകൊണ്ടാണ് കാല് കഴുകിയിട്ട് വേണം വീട്ടിൽ, അല്ലെങ്കിൽ കലി കയറും എന്ന് പറയുന്നത് കാരണവന്മാർ. അതാണ് പണ്ട് വീടിൻ്റെ മുമ്പിൽ ഒരു കിണ്ടിയൊക്കെ വെച്ചിരുന്നു. 2 കാര്യം, കിണ്ടി കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമേ ചിലവാവുള്ളൂ. ഇപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് കമത്തുകയാണെങ്കിൽ വേഗം, അപ്പോൾ കിണ്ടി കൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയും ചെയ്യാം. അങ്ങനെ അപ്പോൾ കിണ്ടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ കിണ്ടി കൊണ്ട് കാലൊക്കെ ഒന്ന് കഴുകി നമ്മുടെ ആ മണ്ണ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ കാലിൽ ഇവിടെ അടിഭാഗത്ത് കഴുകിയാൽ ശിരസ്സിൽ തണുക്കും. അതാണ് രാത്രി ഉറക്കമൊക്കെ ഇത്തിരി കുറവുള്ളവർ ഇത്തിരി ഒരു എണ്ണ ചൂടാക്കി ഇവിടെ കാലിൻ്റെ അടിയിലൊന്ന് തിരുമ്പി കൊടുത്താൽ ആ തലയിലേക്ക് വരും അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തൊട്ടാൽ അവിടേക്ക് കിട്ടും. അങ്ങനെയുണ്ട് നമ്മുടെ മർമ്മങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം. അപ്പോൾ സ്നാനം നാമ മനഃപ്രസാദജനനം, മനഃപ്രസാദം ഉണ്ടാക്കും. നമ്മൾ ശരീരത്തെയാണ് കുളിപ്പിക്കാന്നുണ്ടെങ്കിലും മനസ്സൊന്ന് പ്രസന്നമാവും. ഇനി അങ്ങനെ സംശയമുള്ളവർ ഇന്ന് രാത്രി പോയിട്ടായാലും ഒന്ന് വേണമെങ്കിൽ കുളിച്ചു നോക്കിക്കോളും. അപ്പോൾ മനഃപ്രസാദജനനം, മനസ്സ് പ്രസാദിക്കും. ദുസ്വപ്ന വിധ്വംസനം, കുളിച്ചിട്ട് കിടന്നാൽ ദുസ്വപ്നം കാണൽ കുറയും. മനസ്സിങ്ങനെ പല 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 കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ദുസ്വപ്നം ഉണ്ടാവുന്നത്. അപ്പോൾ മനഃപ്രസാദം ഉണ്ടായാൽ ദുസ്വപ്നം ഉണ്ടാവില്ലല്ലോ. ദുസ്വപ്ന വിധ്വംസനം ശൗചസ്യായതനം, നമുക്ക് നല്ല വൃത്തി ഉണ്ടാവും. ശരീരത്തിൽ അഴുക്കൊക്കെ അങ്ങോട്ട് പോയി കിട്ടും, മനസ്സിലും കുറച്ച് പോയി കിട്ടും. മലാപഹരണം, അതാണ് മലത്തെ അപഹരിക്കുക. അതാണ് നല്ല വൃത്തി ഉണ്ടാവുക, മലത്തെ അപഹരിക്കാം. നമ്മൾ ഈ വിയർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ട് കുറേയധികം അണുക്കളും ഒക്കെ. കോവിഡ് കാലത്ത് മാത്രമല്ല കുളിയും കൈകഴുകലും പാടുള്ളൂ, ഇനിയും വരാൻ പോകുന്നുണ്ട് കുറേ സാധനങ്ങൾ പലതും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ വീണ്ടും ഒരുങ്ങി അല്ലേ, വായൊക്കെ മൂടി നമ്മളിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് വീണ്ടും പോകാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ശൗചസ്യായതനം മലാപഹരണം സംവർദ്ധനം തേജസ, അഴുക്ക് പോയി കഴിഞ്ഞാൽ
ഓട്ടുപാത്രം അഴുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ തിളങ്ങണ കണ്ടിട്ടില്ലേ? അതുപോലെ അഴുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും തിളങ്ങും. തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാവും ശരീരത്തിന്. സംവർദ്ധനം തേജസ് വർദ്ധിക്കും. രൂപദ്യോതകരം, രൂപത്തിന് ദ്യുതി ഉണ്ടാവും, തേജസ് ഉണ്ടാവും. അത് വിട്ട് കുളിച്ച് വരുമ്പോൾ ദ്യുതി ഉണ്ടാവും, ഒരു പ്രകാശം തോന്നും. രൂപദ്യോതകരം. ഗതപ്രശമനം, പല രോഗങ്ങളും ശമിക്കും അതോടുകൂടിയിട്ട്. കായാഗ്നി സന്ദീപനം, നമുക്ക് ഉള്ളിലൊരു അഗ്നിയുണ്ട്, കായാഗ്നി എന്ന് പറയുന്നത്. ആ അഗ്നിയെ ജ്വലിപ്പിക്കുക ചെയ്യുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിച്ചിട്ട് വയറ് മുഴുവൻ നിറച്ചിട്ട് കുളിക്കരുത്. അപ്പോൾ ഈ കായാഗ്നി അപകടമാവുക ചെയ്യുക. അത് അഗ്നിമാന്ദ്യം എന്ന് പറയുന്ന ദോഷം ഉണ്ടാക്കും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ വിശപ്പ് തോന്നണുണ്ടോ നിങ്ങൾ? അതാണ് കായാഗ്നി സന്ദീപനം എന്ന് പറയുന്നത്. കായാഗ്നി സന്ദീപനം. രൂപദ്യോതകരം ഗതപ്രശമനം കായാഗ്നി സന്ദീപനം. നാരീണാംച മനോഹരം, സ്ത്രീകൾക്ക് മനോഹാരിത കുറച്ചും കൂടിയും കൂട്ടും ആണ്, പുരുഷന്മാർക്ക് കുറയ്ക്കില്ല. അത് വെച്ചിട്ട് ആരും കുളിക്കാതിരിക്കേണ്ട. അപ്പോൾ നാരീണാംച മനോഹരം ശ്രമഹരം, നമ്മുടെ ക്ഷീണം അങ്ങടില്ലാണ്ടേ, ഒന്ന് കുളിച്ചാൽ തന്നെ ഒരു ഉഷാറാണ്. നാരീണാംച മനോഹരം ശ്രമഹരം സ്നാനേ ദശയിതേ ഗുണാ. അങ്ങനെ സ്നാനത്തിന് ഇപ്പം പറയണ 10 ഗുണമുണ്ട്, ഇനിയും ആലോചിച്ചാൽ കുറേ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് 2 നേരം കുളിക്കുക. 2 നേരം. ഇനി തല കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 1 നേരം കുളിക്കുക. ഇനി ഒരു സൂത്രം കൂടിയും പറഞ്ഞു തരാം. കുളിക്കുമ്പോൾ വായിൽ വെള്ളം പിടിച്ച് കുളിക്കുക. എന്നിട്ട് തലയൊക്കെ തോർത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം തുപ്പിക്കളഞ്ഞാൽ മതി. അപ്പോൾ ജലദോഷമൊന്നും വരില്ല. രാസനാദിപ്പൊടിയുടെ ഉപയോഗമൊന്നും ആവശ്യം വരില്ല. കുളിച്ചാൽ ജലദോഷം വരുമെന്ന് പേടിച്ചിട്ടല്ലേ പലരും കൂടെ കുളിക്കാത്തത്. അപ്പോൾ ആ പേടി കൊണ്ട് കുളിക്കാതിരിക്കേണ്ട, ഒരസുഖവും വരില്ല. നല്ല ഉഷാറും ഉണർവും ഉണ്ടാവും. അത് ആ കുളിച്ച് ശുദ്ധമായി 2 നേരവും സൂര്യഭഗവാനെ ധ്യാനിക്കും കൂടി ചെയ്താൽ വളരെ വിശേഷമായി ഊർജം നല്ലോണം കിട്ടും. അങ്ങനെ ഊർജമുള്ളവരാവട്ടെ നമ്മളെല്ലാവരും. നമ്മുടെ ജഡത്വം മാറട്ടെ, നമുക്കൊക്കെ ഊർജം ലഭിക്കട്ടെ, നമ്മുടെ ചിന്ത നന്നാവട്ടെ, നമ്മുടെ വാക്ക് നന്നാവട്ടെ, നമ്മുടെ പ്രവൃത്തി നന്നാവട്ടെ. ജാതി ഭേദ മതദ്വേഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ സ്നേഹം സ്നേഹം സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, നിരന്തരമായ സ്നേഹം നമ്മിൽ വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സാക്ഷാൽ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ എന്താ? തത്വമസി എന്നാണ്. ഞാനും നീയും ഒന്നാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന ആരാധനയാണ് അയ്യപ്പൻ്റെ ആരാധന. കാരണം നമ്മൾ അല്ലേ ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ നമ്മളും സ്വാമി അല്ലേ. നമ്മൾ ആരെ കാണാനാണ് പോകുന്നത്? സ്വാമിയെ കാണാനാണ് പോകുന്നത്. സ്വാമിയെ കണ്ട എന്താ കിട്ടുക? മോക്ഷം കിട്ടുമെന്ന് പറയും അല്ലേ. ആ സ്വാമിയെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരുന്നത് തത്വമസി എന്നാണ്. നീ ആരെ കാണാനാണോ വന്നത് നീ അത് തന്നെ ആണ്. ത്വം തത് അസി എന്നാണ്. നീ അതാകുന്നു. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അയ്യപ്പൻ്റെ ആരാധന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളൊന്നും വേറിട്ട് നിൽക്കുന്നവരല്ല, നമ്മളൊക്കെ ഒന്നാണ്. സകല ചരാചരങ്ങളും ഒരൊറ്റ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്നാണ് നമ്മുടെ വളരെ വൈശിഷ്ട്യമുള്ള ആരാധനാ സമ്പ്രദായം, ചിന്താ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ മഹിമ കളഞ്ഞു കുളിക്കാതിരിക്കുക, അനാവശ്യമായ വിവാദങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ സമയവും മറ്റുള്ളവരുടെ സമയവും കളയാതിരിക്കുക, ബന്ധങ്ങൾ വഷളാക്കാതിരിക്കുക. സ്നേഹം ഇനിയും ഇനിയും പുലർന്നു പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇരുള് അകന്നു പോകട്ടെ, വെളിച്ചം മനസ്സിൽ നിറയട്ടെ, നമുക്കൊക്കെ വിജ്ഞാനമുണ്ടാവട്ടെ, ജ്ഞാനമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനൊരവസരം ഉണ്ടാക്കി തന്നതിന് വെങ്ങാനല്ലൂർ ക്ഷേത്ര ഭാരവാഹികൾക്കും ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് എല്ലാവരും സദയം പൊറുക്കുക. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, സ്നേഹിക്കുക, മനസ്സ് തുറന്ന് സ്നേഹിക്കുക, കളങ്കമില്ലാതെ സ്നേഹിക്കുക. നമുക്ക് എന്ത് കിട്ടുന്നു നോക്കിയിട്ടല്ല സ്നേഹിക്കേണ്ടത്. നമ്മൾ ഉപാധികളില്ലാതെ സ്നേഹിക്കുക, വഞ്ചിക്കാതിരിക്കുക.
അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ആവോളം നിറയട്ടെ, ചിന്തയിൽ നിറയട്ടെ. നല്ല വാക്ക് പറയാൻ, നല്ല മിത്രങ്ങളെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം. ഒരു നല്ല മനുഷ്യന് മാത്രമേ തരം നമ്മളെ ഈ നല്ല രീതിയിൽ ഉപദേശിക്കാൻ കഴിയൂ. ഡോക്ടർ മുരളി പുറനാട്ടുകരയുടെ ഈ നാരായണീയം എന്ന പ്രശസ്തമായ ഈ കാവ്യത്തിൽ വിജയേന്ദ്രമോക്ഷം എന്ന ശതകം ഏറ്റവും ലളിതമായി ഭക്തിസാന്ദ്രമായി ഈ ക്ഷേത്രസന്നിധിയിലുള്ള ഭക്തജനങ്ങളെ കേൾപ്പിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലും ഇവിടുത്തെ കമ്മിറ്റിയുടെ പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവിധ നന്മകളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇനി നിരവധി പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഭരതനാട്യം, ഡാൻസ്, ഭക്തിഗാനം, അയ്യപ്പ സ്തുതി. ഈ പരിപാടികളെല്ലാം കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അതിനുശേഷം വളരെ വിഭവസമൃദ്ധമായ ഒരു അന്നദാനമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ മുരളി പുറനാട്ടുകാരെ ആദരിക്കാൻ സെക്രട്ടറിയെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. കലിയുഗ വരദൻ കണ്ട ദൈവമായി കാഴ്ചയളിപ്പത് പഴനിയിലെ. 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 കലിയുഗ വരദൻ மலைமகள் அருளிய சக்திவேல் முருகன். மலைமகள் அருளிய சக்திவேல் முருகன். மலைமகள் அருளிய சக்திவேல் முருகன். மலைமகள் அருளிய சக்திவேல் முருகன். மரகத வண்ணனாம் திருமால் மருகன். மரகத வண்ணனாம் திருமால் மருகன். மரகத வண்ணனாம் திருமால் மருகன்.
மரகத வண்ணனாம் திருமால் மருகன் மலைமகள் அருளிய சக்திவேல் முருகன் மரகத வண்ணனாம் திருமால் மருகன் கலியுக வரதன் கண்ட தெய்வமாய் காட்சி அளிப்பது பழனியிலே கலியுக வரதன் கண்ணுதற் கடவுளின் கண்மணியாய் வந்தான் கார்த்திகை பெண்கள் அரவணைப்பில் வளர்ந்தான் கண்ணுதற் கடவுளின் கண்மணியாய் வந்தான் கார்த்திகை பெண்கள் அரவணைப்பில் வளர்ந்தான் விண்ணவர் குறையெல்லாம் நொடியில் களைந்தான் விண்ணவர் குறையெல்லாம் நொடியில் களைந்தான் வேண்டுவோர் வேண்டுமுன் வரமெல்லாம் தந்தான் வேண்டுவோர் வேண்டுமுன் வரமெல்லாம் தந்தான் கண்ணுதற் கடவுளின் கண்மணியாய் வந்தான் கார்த்திகை பெண்கள் அரவணைப்பில் வளர்ந்தான் விண்ணவர் குறையெல்லாம் நொடியில் களைந்தான் வேண்டுவோர் வேண்டுமுன் வரமெல்லாம் தந்தான் கலியுக வரதன் கண்ட தெய்வமாய் காட்சி அளிப்பது பழனியிலே பழனியிலே सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहं स्वामिये शरणमय्यप्पा ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ
വിളക്കിൻ മഞ്ജുള നാളം മിഴി തെളിയാനായി കാണും ഞാൻ. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുള നാളം മിഴി തെളിയാനായി കാണും ഞാൻ. ഓദയാമയ പരാൽ പര ചരണജപങ്ങളോടെ നീക്കമേ. ഓദയാമയ പരാൽ പര ചരണജപങ്ങളോടെ നീക്കമേ. ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു ഗുരുവും. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമങ്കിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. വിഘ്നങ്ങൾ വിരിപോലെ തീർക്കണം മുമ്പിൽ. ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ. സംക്രമസന്ധ്യേ നിന്നോട് ചിമിഴിൻ കുങ്കുമമൊഴിയും മയ്യപ്പൻ. ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ. ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. വിഘ്നങ്ങൾ വിരിപോലെ തീർക്കണം മുമ്പിൽ. നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരത്തും സ്വാമിക്ക്. നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരത്തും സ്വാമിക്ക്. സ്വാമിയേ ശരണമയ്യപ്പ. കുരസുധാര ഭരണൗ രഘുവര വിമലയശ ജോദായക ഫല ചാര बुद्धीन तनु जान के सुमिरौ पवन कुमार. बल बुद्धि विद्या देहु मोहि हरहु कालेश विकार. जय हनुमान ज्ञान गुण सागर. जय कपीस तिहु लोक उजागर. राम दूत अतुलित बलधामा. अंजनी पुत्र भवन सुपनामा. महावीर विक्रम बजरंगी तुवति निमारु सुमत के संगी. कंचन भरण बिराज सुबेशा. कानन कुंडल कुंचित केशा. हाथ वज्र और ध्वजा बिराजे. आंगे मूंज जनेम को साजे. शंकर सुवन केसरी नंदन. तेज प्रताप महाजगवंदन. विद्यावान गुणी अति चातुर. राम काज करिबे को आतुर. प्रभु चरित सुनिबे को रसिया. राम लखन सीता मन बसिया. राम लक्ष्मण जानकी जय बोलो हनुमान
ದಿಹಿವಾನ ವಿಕಟ ರೂಪಧರಿ ಲಂಕ ಜರಾವ ಭೀಮ ರೂಪಧರಿ ಅಸುರ ಸಂಹಾರ रामचंद्र के काज संवारे लाय संजीवन लखन रियाए श्री रघुवीर हर्षि उर लाई रघुपति कीनी बहुत बड़ाई तुम मम प्रिया भरत सम भाई सहस वदन तिहु लोक उजावे अस कहि श्रीपति कंठ लगावे सनदादिक ब्रह्मादि मुनीषा नारद शारद सहित निशा यम कुबेर दिक्पाल जहांते कवि कोविद सहि सहे कहाते तुम उपकार सुग्रीवनि कीना राम मिलाय राज पड़ दीना राम लक्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की तुम्हारो मंत्र विभीषण माना लंकेश्वर भय सब जग जाना युग सरस्य योजन पर भानु लील्योताहि मधुर पल जानो प्रभु मुद्रिका मेलि मुख माहि जलधि नांजनय अचर जराई दुर्गम काज जगत के जेते सुगमानुग्रह तुम्हारे तेते राम मिलाए तुम रखवारे होत न आज्ञा पसवारे सब सुख लह तुम्हारी सरना तुम रक्षक का तुमको डरना आपन तेज संहारो आप तीनों लोक हांकते काप भूत पिशाच निकट नहीं आवे महावीर जब नाम सुनावे राम लक्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की राम लक्ष्मण जानकी जय बोलो हनुमान की थैंक यू भूतनाथमहं वन्दे सर्वलोकहिते रतं कृपानिधिं सदास्माकं गृहपीठां समारः ॐ भूतनाथाय नमः। सारं महामुक्तिरूपं भजेहं भजेहं नमामि ओंकारसारं महामुक्तिरूपं भजेहं भजेहं नमामि അകമെന്നുമയ്യന്റെ മണിമന്ദിരം നിനവെന്നുമയ്യന്റെ പടിപൂജനം പ്രകൃതി ശിവനോട് ചേർന്നമരുമഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി
മഹത്തത്വധന്യം. കണ്ണിന്റെ കണ്ണായി വളർന്നു നീ ആനന്ദമേകുന്നൊരുണ്ണിക്കിടാവാടാ. ഒരു നാൾ കാടണയുമളവിൽ എതിരായി വന്നു മഹിഷി വഴിയിൽ. ഒരു നാൾ കാടണയുമളവിൽ എതിരായി വന്നു മഹിഷി വഴിയിൽ. അടലിനൊടുവിൽ അവളെ ജയിച്ചു അരുളു കൊടുത്ത ഓങ്കാര രൂപം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. സ്വാമിക്ക് കൃതമാലെ അഭിഷേകമാടാം. മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അറിവിൻ നിറവായി പൊരുളിൻ ഉറവായി തെളിയും അഴകമോങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം നിനവെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോട് ചേർന്നവരുമഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം